നമസ്കാരം, ഇൻസ്റ്ററിലേക്ക് സ്വാഗതം. 2025 തുടങ്ങാൻ ഏതാനും മണിക്കൂറുകൾ മാത്രം ഇനി അവശേഷിക്കുന്നു. എന്നാൽ ഇതിനു മുൻപുള്ള വർഷങ്ങൾ നാം വളരെ ശക്തിയോടുകൂടി, വീറോടുകൂടി, വാശിയോടുകൂടി പലതരം വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് കടന്നുപോയെങ്കിലും 2025 പല തരത്തിലുള്ള വെല്ലുവിളികൾ നമുക്ക് മുന്നിലുണ്ടെന്നും ലോകരാജ്യങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചു കഴിഞ്ഞു എന്നുള്ള കാര്യം കൂടി നാം മനസ്സിലാക്കേണ്ടതാണ്. പല മഹാമാരികൾ, പ്രകൃതി ദുരന്തങ്ങൾ ഇതൊക്കെ തന്നെ നമ്മെ വേട്ടയാടിയിരുന്നു. അതിനെ അതിജീവിച്ചുവെങ്കിൽ പോലും ഇനിയും പല തരത്തിലുള്ള മഹാമാരികൾ നമുക്ക് മുന്നിൽ ഉണ്ടാകുന്നുണ്ട്. ലോക്ക്ഡൗണും അടിയന്തരാവസ്ഥയും അടക്കമുള്ള പല വിപത്തുകൾ നമുക്ക് മുന്നിലേക്ക് നിൽക്കുന്നു. അതിനെയും തരണം ചെയ്യേണ്ടതായിട്ടുള്ള മുന്നറിയിപ്പാണ് ഇപ്പോൾ നൽകുന്നത്. കോവിഡ് 2019 ശേഷമാണ് ലോകത്തിന് മുന്നിൽ ഒരു വലിയ വിപത്തായി മാറിയത്. വലിയ നീരാളിക്കയായി തന്നെ പിടിച്ചു മുറുകിയത്. ലക്ഷക്കണക്കിന് ആളുകൾ ലോകമെമ്പാടും 1-2 വർഷത്തിനുള്ളിൽ തന്നെ മരണത്തിനിരയായി. വീടുകളിൽ മാത്രം കഴിഞ്ഞുകൂടേണ്ട ഒരു സാഹചര്യമുണ്ടായി. ലോക്ക്ഡൗണും ക്വാറന്റൈനും ഒക്കെയായി ജനങ്ങൾ ഇതുവരെ അഭിമുഖീകരിക്കാത്ത വല്ലാത്തൊരു ലോകത്തിലേക്ക് നമ്മളെ തള്ളിവിട്ടു. എന്നാൽ ഇനിയും നാം അതുപോലുള്ള കാലങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. അതുകൂടാതെ തന്നെ കോവിഡ് വന്നുപോയതിൻ്റെ പരിണിത ഫലങ്ങൾ, ഈ പറഞ്ഞ ലക്ഷക്കണക്കിന് ആളുകൾ മരണപ്പെട്ടുവെന്ന് പറയുന്നെങ്കിൽ ഇപ്പോഴും ലക്ഷക്കണക്കിന് ആളുകൾ അതിൻ്റെ ബുദ്ധിമുട്ടും പേറിയാണ് ജീവിക്കുന്നത്. അതിൻ്റെ പോസ്റ്റ് കോവിഡ് സിൻഡ്രം പല രീതിയിൽ പലരെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു. പിന്നാലെ പലർക്കും സംഭവിച്ചിരിക്കുന്ന ശ്വാസകോശ സംബന്ധമായിട്ടുള്ള മരണം, ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ഇതൊക്കെ തന്നെയാണ് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അതിലേറ്റവും വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു വിഷയമായി, വിപത്തായി, ലോകത്താകമാനം തന്നെ പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമായി മാറുന്നു പക്ഷിപ്പനിയും. അതിൻ്റെ ജാഗ്രത പങ്കുവെക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ഏറ്റവും കൂടുതലായി എടുത്തു പറയുന്നത്. പക്ഷികളിൽ കടുത്ത ശ്വാസകോശ സംബന്ധമായ രോഗത്തിന് ഇടയാക്കുന്ന ഒരു പകർച്ചവ്യാധിയായി തന്നെയാണ് ഏവിയൻ ഇൻഫ്ലുവൻസ എന്നറിയപ്പെടുന്ന പക്ഷിപ്പനി H5N1 ചൂണ്ടിക്കാണിക്കുന്നത്. കേരളത്തിലടക്കം നമുക്ക് പല തവണയായി അറിയാവുന്നതാണ്. ആലപ്പുഴയിലടക്കം ഇതുപോലെ പക്ഷിപ്പനി ഉണ്ടാകുമ്പോൾ കൂട്ടമായി താറാവുകളെയും കോഴികളെയും ഒക്കെ തന്നെ കൊന്നൊടുക്കുന്ന ഒരു കാഴ്ച നാം ഏവരും കാണാറുള്ളതാണ്. ഒരുതരം ഇൻഫ്ലുവൻസ വൈറസ്. പക്ഷേ ഇത് പക്ഷികളിൽ നിന്നും പക്ഷികളിലേക്ക് വൈറസ് പകരുന്നത് അവയുടെ സ്രവങ്ങൾ വഴിയാണ്. രോഗം ബാധിച്ച പക്ഷികളുടെ ഇറച്ചി, മുട്ട, കാഷ്ടം, ചത്ത പക്ഷി എന്നിവ വഴി രോഗാണുക്കൾ മനുഷ്യരിലേക്കും വളരെ വേഗത്തിൽ എത്തുമെന്നുള്ളതുകൊണ്ടാണ് മനുഷ്യരും ഇതിന് ഏറ്റവും അധികം വൾണറബിളായി മാറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാം ഓരോരുത്തരും ഏറ്റവും അധികം ശ്രദ്ധിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ് ഇനി വരാനിരിക്കുന്നത്. ഈ അടുത്തായി തന്നെ അമേരിക്കയിലെ കാലിഫോർണിയയിൽ പക്ഷിപ്പനി ക്രമാതീതമായി പടർന്ന് മുന്നോട്ട് പോയതിനെ തുടർന്ന് ഒരു മേഖലയിലാകെ അടിയന്തരാവസ്ഥ പോലും പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുതന്നെയാണ് ഇതിൻ്റെ വ്യാപ്തി എത്രത്തോളം എന്നുള്ളത് നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്. നാട്ടിലും കാട്ടിലുമുള്ള നിരവധി പക്ഷികൾക്ക് ഈ രോഗം പടർന്നു പന്തലിച്ചു. അത് മൃഗങ്ങളിലേക്കും വ്യാപിച്ചുകൊണ്ടേയിരുന്നു. ജനങ്ങളിലേക്കും എത്തുമെന്നുള്ള ഒരു വലിയ ഭീതി ഉയർന്നു. അങ്ങനെയാണ് കാലിഫോർണിയയിലെ 600ഓളം കന്നുകാലി ഫാമുകൾ ക്വാറന്റൈനിലാക്കിയത്. ശേഷം ലൂസിയാനയിലാകട്ടെ പക്ഷിപ്പനി പിടിപെട്ട് ഒരാൾ ഗുരുതരാവസ്ഥയിലുമായി. 2024 മാർച്ച് മുതൽ അമേരിക്കയിൽ H5N1 കണ്ടുവരുന്നു എന്നുള്ളതാണ് അവരെ ഭയപ്പെടുത്തുന്നത്. ന്യൂമെക്സിക്കോ, ടെക്സാസ്, കാൻസാസ്, മിഷിഗൺ, ഐഡഹോ എന്നിവിടങ്ങളിലുമൊക്കെ കന്നുകാലി ഫാമുകളിൽ ഇത് പടർന്നുകൊണ്ടേയിരുന്നു. അന്നു മുതൽ 7 സംസ്ഥാനങ്ങളിലായി 61 മനുഷ്യരിൽ ഈ രോഗം കണ്ടെത്തി. ഏറ്റവും അധികം ആളുകൾ, പകുതിയോളം ആളുകൾ കാലിഫോർണിയയിലും. നേരിയ ലക്ഷണങ്ങളാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാൽ മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് ഈ രോഗം പടരുന്നതായി കണ്ടെത്തിയിട്ടില്ല. ഒരുപക്ഷെ മ്യൂട്ടേഷനും ജനിതക വകഭേദം സംഭവിച്ചുകൊണ്ട് ഇത് മനുഷ്യരിൽ നിന്നും മനുഷ്യരിലേക്ക് പടരുന്നതായി സംഭവിച്ചു കഴിഞ്ഞാലുണ്ടാകുന്ന ഭീതി തന്നെയാണ് ഏവരും പങ്കുവയ്ക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് 2003 മുതൽ 19 രാജ്യങ്ങളിലായി മനുഷ്യരിൽ പക്ഷിപ്പനി സ്ഥിരീകരിച്ച ഏകദേശം 1000-നടുത്ത് കേസുകളാണ് ഉള്ളത്. അതിൽ 53% കേസുകളിലും മരണം സംഭവിച്ചു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും അധികം കാഠിന്യം വിളിച്ചോതുന്നത്. ഇനിയുള്ള വർഷമാകട്ടെ, വരാനിരിക്കുന്ന 2025 ആകട്ടെ, ഇതിൻ്റെ കാഠിന്യം വർദ്ധിപ്പിക്കുമെന്നാണ് ശാസ്ത്രജ്ഞരുടെ, വിദഗ്ധരുടെ പഠനങ്ങളിലൂടെ വ്യക്തമാക്കുന്നത്. പക്ഷിപ്പനിയിൽ നേരത്തെ പരാമർശിച്ചതുപോലെയുള്ള ജനിതക വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ, ജനറ്റിക് മ്യൂട്ടേഷൻ സംഭവിച്ചാൽ അത് മനുഷ്യരിലേക്ക് പടരുമെന്ന് മാത്രമല്ല, മനുഷ്യരിൽ നിന്നും മറ്റു മനുഷ്യരിലേക്കും ഇത് വളരെയധികം വേഗത്തിൽ പടർന്നുകൊണ്ടേയിരിക്കും. അതിനെ പിന്നെ തടുക്കുക എന്ന് പറയുന്നത്
അസാധ്യം തന്നെയായിരിക്കും. ഭാവിയിൽ വലിയൊരു മഹാമാരിയായി ഇത് മാറിയേക്കും. അതിൻ്റെ ഒരു മുൻകരുതൽ എന്ന രീതിയിൽ പല രീതിയിലുള്ള വാക്സിനുകൾ ഇപ്പോൾ വികസിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷിപ്പനി ബാധിച്ച മൃഗങ്ങളിൽ നിന്നും പക്ഷികളിൽ നിന്നുമൊക്കെ മനുഷ്യന് വളരെ വേഗത്തിൽ ഈ രോഗം എത്തിച്ചേരാം. കാരണം മുട്ടയും മാംസവും ഒക്കെ തന്നെ നാം ഏവരും കഴിക്കുന്നവരാണ്. നാം കഴിച്ചില്ല എങ്കിൽ പോലും നമുക്ക് ചുറ്റുപാടുമുള്ളവർ കഴിക്കുമ്പോൾ അവർക്ക് ഈ രോഗമുണ്ടായി ഈ പറഞ്ഞതുപോലെ ജനിതക വ്യതിയാനം സംഭവിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നും വളരെ എളുപ്പത്തിൽ സ്രവങ്ങൾ വഴിയോ മറ്റ് രീതികളിലൂടെയോ ഒക്കെ തന്നെ നമുക്കൊരു പക്ഷേ കിട്ടിയേക്കാം. ഇതൊക്കെ തന്നെയാണ് ഏറ്റവും അധികം ആശങ്ക വർദ്ധിപ്പിക്കുന്നത്. വളരെ മുൻകരുതലെടുത്ത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇതിനുള്ള ഏക പോംവഴിയും. ഭക്ഷ്യവിതരണത്തെയും സാമ്പത്തിക പ്രതിസന്ധിക്കും ഒക്കെ തന്നെ മൂലകാരണമായി ഇതൊരു പക്ഷേ ഭാവിയിൽ മാറിയേക്കാം. പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്ത്, ഏറ്റവും അധികം ജനസംഖ്യയുള്ള ഒരു രാജ്യത്ത് ഇത് വളരെ വേഗത്തിൽ പടർന്ന് പന്തലിക്കാനുള്ള സാധ്യത അത് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതിനെ തടയേണ്ട, ഇതിനെ പ്രതിരോധിക്കേണ്ട മുൻകരുതൽ നടപടികൾ നേരത്തെ തന്നെ കൈക്കൊള്ളണമെന്നുള്ളതാണ് ഏക പോംവഴി. അത് ജനങ്ങൾ ഓരോരുത്തരും ബോധവാന്മാരായിരിക്കുക. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതല്ല, രോഗം വരാതിരിക്കാനുള്ള മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുക, അതിനെ അകറ്റി നിർത്തുക, മറ്റുള്ളവരിലേക്ക് പകരാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്ക് ആകെ ഇനി ചെയ്യാൻ കഴിയുന്ന ഒരു വിഷയം. കൊറോണ സമയത്ത് പറഞ്ഞതുപോലെ തന്നെ ഇതിനെ അതിജീവിച്ച് ഇതോടൊപ്പം തന്നെ താരതമ്യം പ്രാപിച്ച് ജീവിക്കുക, പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഇനി ഭാവിയിൽ നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി. കരുതലാണ് ഏറ്റവും പ്രധാനം. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.